ഇന്ത്യൻ ചലച്ചിത്ര അഭിനേത്രി, പിന്നണി ഗായിക, നർത്തകി, സംവിധായക, നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രസിദ്ധിയാർജിച്ച സാവിത്രി തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷാ ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 30ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമയിലെ വനിത എന്നാണ് സാവിത്രി എന്ന നടിയെ വിശേഷിപ്പിക്കപ്പെട്ടത്. കൂടാതെ മഹാനടി എന്നും അറിയപ്പെടുകയും ചെയ്തു. 1960-ലെ ചിവരകു മിഗിലടി എന്ന തെലുങ്ക് സിനിമയിലെ അഭിനയത്തിന് രാഷ്ട്രപതി അവാർഡ് ലഭിക്കുകയുണ്ടായി. 1968-ൽ സാവിത്രി നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിന്നരി പപ്പലു എന്ന തെലുങ്ക് സിനിമയ്ക്ക് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള നന്ദി അവാർഡും ലഭിച്ചു. 1960-ന് ശേഷമുള്ള ചലച്ചിത്ര ജീവിതത്തിൽ സാവിത്രി വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുകയും മദ്യപാനത്തിന് അടിമപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് അഭിനയ ജീവിതം തടസ്സപ്പെടുകയും ചെയ്തു. 1973-ൽ ചുഴി എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ ആ സിനിമ വിജയിച്ചിരുന്നില്ല. 1955-ലെ അർദ്ധാംഗി, 1957-ലെ തൊടികൊടലു മായാ ബസാർ, 1958-ലെ മാംഗല്യബലം, 1960-ലെ ചിവരകു മിഗിലടി, 1963-ലെ മൂക മനസുലു, 1964 ഡോക്ടർ ചക്രവർത്തി, 1968-ലെ വരകാണ്ഡം എന്നിവ സാവിത്രിക്ക് അവാർഡ് നേടിക്കൊടുത്ത സിനിമകളാണ്. 1959-ലെ കളത്തൂർ കണ്ണമ്മ, 1961-ലെ പാസമലർ പാവമന്നിപ്പ്, 1962-ലെ പാർത്താൽ പസിതീരും, 1963-ലെ കർപ്പകം കർണൻ, 1965-ലെ തിരുവിളയാടൽ എന്നീ തമിഴ് സിനിമകളിലും അഭിനയിക്കുകയുണ്ടായി. 1936 ജനുവരി 4-ന് ആന്ധ്രാപ്രദേശിന്റെ ഭാഗമായ മദ്രാസ് പ്രസിഡൻസിയിൽ ഗുണ്ടൂർ ജില്ലയിലെ ചിരുവൂരുവിലാണ് സാവിത്രി ജനിച്ചത്. സാവിത്രിക്ക് 6 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ വിധവയാവുകയും അവർ സാവിത്രിയും സഹോദരൻ മാരുതിയും കൂട്ടി അവരുടെ സഹോദരന്റെ ആശ്രയത്തിലെത്തുകയും ചെയ്തു. സാവിത്രിയുടെ അമ്മാവൻ അവരുടെ നൃത്തത്തിലുള്ള കഴിവിനെ തിരിച്ചറിഞ്ഞ് അവളെ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കാൻ അനുവദിച്ചു. 1948-ൽ തമിഴ് നടനായ ജെമിനി ഗണേശനെ സാവിത്രി ആദ്യമായി കണ്ടുമുട്ടുകയും 1952-ൽ അവർ വിവാഹം ചെയ്യുകയും ചെയ്തു. ജെമിനി ഗണേശൻ മുൻ വിവാഹം ചെയ്തിട്ടുള്ളതിനാൽ ഈ വിവാഹം അവളുടെ അമ്മാവനുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാനിടയായി. ജെമിനി ഗണേശൻ ആദ്യ വിവാഹത്തിൽ 4 കുട്ടികൾ ഉള്ളത് കൂടാതെ പുഷ്പവല്ലി എന്ന സ്ത്രീയുമായി ബന്ധവുമുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫിൽ സാവിത്രി ഗണേശൻ എന്നെഴുതിയതോടെ സാവിത്രിയുടെ വിവാഹം പരസ്യമാവുകയും ചെയ്തു. സാവിത്രി വിവാഹം കഴിച്ചതിന് ശേഷമാണ് പുഷ്പവല്ലിയിൽ ജെമിനി ഗണേശന് 2 പെൺമക്കളുണ്ടെന്ന കാര്യം സാവിത്രി തിരിച്ചറിയുന്നത്. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ സാവിത്രി നൃത്ത നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു. തെലുങ്ക് നടനായിരുന്ന കൊൻകര ജഗ്ഗയ്യയുടെ നാടക കമ്പനിയിൽ ചേർന്ന് നൃത്ത നാടകങ്ങൾ അവതരിപ്പിച്ചു. 12 വയസ്സുള്ളപ്പോൾ മദ്രാസിലെ സിനിമാഭിനയത്തിൽ ഏർപ്പെട്ടെങ്കിലും അത്ര വിജയകരമായിരുന്നില്ല. എന്നാൽ 1950 ആയപ്പോഴേക്കും സംസാരം എന്ന തെലുങ്ക് സിനിമയിൽ പ്രാധാന്യമുള്ള കഥാപാത്രത്തെ ലഭിച്ചു. പക്ഷേ നിരവധി പ്രാവശ്യം അഭിനയിച്ചെങ്കിലും അവർ വിജയിച്ചില്ല. ഒടുവിൽ ആ കഥാപാത്രം ലക്ഷ്മി രാജ്യത്തിന് നൽകി. രൂപവതി, പാതാള ഭൈരവി എന്നിവയിൽ ചെറുവേഷങ്ങൾ അഭിനയിച്ചെങ്കിലും തുടർന്ന് പെല്ലിച്ചേസി ചൂഡു എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. തെലുങ്ക് സിനിമയിലെ ഏറ്റവും നല്ല അഭിനേത്രി എന്ന നിലയിലാണ് സാവിത്രി അറിയപ്പെട്ടിരുന്നത്. 1952-ലെ പെല്ലിച്ചേസി ചൂഡു എന്ന തെലുങ്ക് സിനിമയിൽ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഇന്ത്യൻ സ്ത്രീധന വ്യവസ്ഥിതിയുടെ ചീത്തവശങ്ങളെ കുറിച്ചുള്ളതാണ് ഈ സിനിമയിലെ പ്രമേയം. തെലുങ്ക് സിനിമയിലെ ഏറ്റവും നല്ല അഭിനേത്രി എന്ന നിലയിലാണ് സാവിത്രി അറിയപ്പെട്ടിരുന്നത്. 1952-ലെ പെല്ലിച്ചേസി ചൂഡു എന്ന തെലുങ്ക് സിനിമയിൽ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഇന്ത്യൻ സ്ത്രീധന വ്യവസ്ഥിതിയുടെ ചീത്തവശങ്ങളെ കുറിച്ചുള്ളതാണ് ഈ സിനിമയിലെ പ്രമേയം. കല്യാണം പണ്ണിപ്പാർ എന്ന തലക്കെട്ടിൽ ഈ സിനിമ തമിഴിലും നിർമ്മിച്ചിരുന്നു. തമിഴിൽ നിർമ്മിച്ച ആദ്യത്തെ കളർ സിനിമയായിരുന്നു ഇത്. 1960-ലെ ചിവരകു മിഗിലടി എന്ന തെലുങ്ക് സിനിമയിലെ അഭിനയത്തിന് രാഷ്ട്രപതി അവാർഡ് ലഭിക്കുകയുണ്ടായി. ഈ സിനിമയ്ക്ക് ഫിലിം ഫെയർ അവാർഡും ലഭിച്ചിരുന്നു. ഈ സിനിമ ബംഗാളി സിനിമയായ ദ്വീപ് ജ്വാലേജി എന്ന സിനിമയുടെ പുനർനിർമ്മാണമായിരുന്നു. ഈ സിനിമ വീണ്ടും ഹിന്ദിയിലേക്ക് ഖാമോഷി എന്ന പേരിൽ പുനർനിർമ്മാണം നടത്തുകയുണ്ടായി. ഇതിലെ നായിക വഹീദ റഹ്മാൻ ആയിരുന്നു. അവർ ഒരു ഇന്റർവ്യൂവിൽ സാവിത്രിയുടെ അഭിനയവുമായി താരതമ്യം ചെയ്ത് സംസാരിക്കുകയുണ്ടായി. ചിവരകു മിഗിലടി എന്ന തെലുങ്ക് സിനിമയിലെ സാവിത്രിയുടെ അഭിനയത്തിന്റെ നിലവാരത്തിലേക്ക് തനിക്ക് എത്താൻ സാധിച്ചില്ലെന്ന് അവർ പറയുകയുണ്ടായി. 1963-ലെ കർപ്പകം എന്ന തമിഴ് സിനിമയിൽ അമുദ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് നാഷണൽ ഫിലിം ഫെയർ അവാർഡ് ലഭിച്ചിരുന്നു. ഈ സിനിമ വിഷുക്കണി എന്ന പേരിൽ മലയാളത്തിൽ പുനർനിർമ്മാണം നടത്തിയിരുന്നു. 1968-ൽ സാവിത്രി നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിന്നരി പപ്പലു എന്ന തെലുങ്ക് സിനിമയ്ക്ക് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള നന്ദി അവാർഡ് ലഭിക്കുകയുണ്ടായി. തുടർന്ന് ഈ സിനിമ തമിഴിലും നിർമ്മിക്കുകയുണ്ടായി. വിവിധ മേഖലകളിലുള്ള വനിതകൾ ഒത്തുചേർന്ന് നിർമ്മിച്ച സിനിമയായിരുന്നു ഇത്. 1960-ന് ശേഷമുള്ള ചലച്ചിത്ര ജീവിതത്തിൽ സാവിത്രി വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ചെന്ന് വീഴുകയും മദ്യപാനത്തിന് അടിമപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് അഭിനയ ജീവിതം തടസ്സപ്പെടുകയും ചെയ്തു.
1954 ബഹുദ്ദീൻ ഹുയെ, 1963 ഗർബസ് കെ ദേക്കോ, 1968 ബാൽറാം ശ്രീകൃഷ്ണ, 1964 ഗംഗാ കി ലഹരേൻ എന്നീ ഹിന്ദി ചലച്ചിത്രങ്ങളിൽ സാവിത്രി അഭിനയിച്ചിരുന്നു. 1978 തായ്കെ തങ്കമക, 1980 രവിചന്ദ്ര, 1979 ചന്ദനട ഗൊമ്പെ എന്നീ കന്നഡ ചലച്ചിത്രങ്ങളിൽ സാവിത്രി അഭിനയിച്ചിരുന്നു. സാവിത്രി അറിയപ്പെടുന്ന ഒരു പിന്നണി ഗായികയായിരുന്നു. 1957 മായാ ബസാർ എന്ന ചലച്ചിത്രത്തിലെ സുന്ദരി നീവണ്ടി എന്ന് തുടങ്ങുന്ന ഗാനം, 1966 നവരാത്രി എന്ന ചലച്ചിത്രത്തിലെ രംഗു രംഗു സില എന്ന് തുടങ്ങുന്ന ഗാനം, 1960 അന്നപൂർണ എന്ന ചലച്ചിത്രത്തിലെ നീവേവരോ എന്ന് തുടങ്ങുന്ന ഗാനം എന്നിവ പാടിയത് സാവിത്രിയായിരുന്നു. ഈ സിനിമയിൽ നടി ഗിരിജയ്ക്ക് ശബ്ദവും നൽകിയിരുന്നു. സാവിത്രി ചിന്നരി പപ്പലു, ചിരഞ്ജീവി, മാതൃദേവത, വിന്ദ സംസാരം, കുഴന്തേ ഉള്ളം, പ്രാപ്തം എന്നീ ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. സിനിമാ ലോകത്ത് എന്നും വേദനയാണ് നടി സാവിത്രിയുടെ അവസാന നാളുകൾ. തെന്നിന്ത്യയിലെ താരറാണിയായിരുന്നു സാവിത്രി. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് മദ്യത്തിനടിമയാണ് മരിച്ചത്. ഭർത്താവായ നടൻ ജമിനി ഗണേശനുമായി അകന്ന ശേഷമാണ് സാവിത്രിയുടെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചത്. ഇതിനിടെ സിനിമകൾ നിർമ്മിച്ചു വന്ന നഷ്ടം നടിയുടെ സമ്പത്തിന്റെ അടിത്തറയിളക്കി. സാവിത്രി സാമ്പത്തിക പ്രതിസന്ധികളിൽ നേരിട്ട നാളുകളെക്കുറിച്ച് മുമ്പൊരിക്കൽ നടി കുട്ടിപത്മിനി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. മദ്യപാനത്തിൽ അടിമപ്പെട്ട സാവിത്രി അക്ക എല്ലാം വിറ്റുകൊണ്ടിരുന്നു. ഒരു വീട് വിൽക്കാൻ നോക്കിയപ്പോൾ മകൾ വിജയ ചാമുണ്ടേശ്വരി എതിർത്തു. അതിന്റെ പേരിൽ വിജിക്ക് മോശം പേര് വന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് മകൾ അപ്പോൾ ചെയ്തത് ശരിയാണ്. കാരണം ആ വീടും കൂടി കൊടുത്തിരുന്നെങ്കിൽ അവളും ഇന്ന് നടുറോട്ടിൽ ഇറങ്ങേണ്ടി വന്നേനെ. അവളും ഒരു സ്ത്രീയല്ലേ, വിവാഹം ചെയ്ത് 2 മക്കൾ അവൾക്കുണ്ട്. പക്ഷേ ബന്ധുക്കളെല്ലാം അവരുടെ വീടുകളും വസ്തുക്കളുമെല്ലാം ഓരോന്നായി കൈക്കലാക്കി. ബാക്കിയുണ്ടായിരുന്ന ആഭരണങ്ങളും വെള്ളിപ്പാത്രങ്ങളുമെല്ലാം നടിയുടെ കൂടെ ഉണ്ടായിരുന്ന ദാക്ഷായണി, രംഗനാഥൻ എന്നിവർ കൊണ്ടുപോയി. അവസാനം വരേക്കും അവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഓരോരുത്തരായി എടുത്തു. ഈ സമയത്താണ് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു നാടകം ചെയ്യുന്നത്. അന്ന് ഞാൻ പുതിയൊരു കാർ വാങ്ങിയിട്ടുണ്ട്. അന്ന് ഞാൻ കുറച്ചു വൈകിയാണ് പോയത്. അന്ന് നോക്കുമ്പോൾ എന്റെ കൂടെ റേഡിയോ നാടകത്തിൽ അഭിനയിക്കേണ്ടത് സാവിത്രി ഒക്കെയായിരുന്നു. അവരെ കാത്തിരിപ്പിച്ചല്ലോ എന്നോർത്ത് ഞാൻ വളരെ വിഷമിച്ചു. ഞാൻ കാലിൽ വീണ് സോറി അക്ക എന്ന് പറഞ്ഞു. അവരുടെ ഹാൻഡ് ബാഗിൽ നിന്നും ഒരു ചോക്ലേറ്റ് എടുത്ത് എനിക്ക് തന്നു. അവസാനമായി അവരെനിക്ക് തന്നതാണ്. എനിക്കായി അവർ കൊണ്ടുവന്നതായിരുന്നു അത്. നാടകം കഴിഞ്ഞ ശേഷം ഞാൻ അവരെ കാറിൽ കൊണ്ടുപോയി അണ്ണാനഗറിൽ ഡ്രോപ്പ് ചെയ്തു. അവസാനമായി അവരെ കാണുന്നത് അന്നാണെന്ന് കുട്ടിപത്മിനി ഓർത്തു. സാവിത്രിയുടെ മദ്യപാനത്തെക്കുറിച്ചും കുട്ടിപത്മിനി സംസാരിച്ചു. അവസാനത്തെ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് വിചിത്ര ദാമ്പത്യ എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും സാവിത്രി അക്ക മദ്യം ഫ്ലാസ്കിൽ മിക്സ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. സ്പോട്ടിൽ വെച്ച് കുടിക്കും. ആ സിനിമയിൽ വളരെ നന്നായി അവർ അഭിനയിച്ചു. എന്നാൽ ഓരോ ഷോട്ടിനും അവരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരണമായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. അവരോട് കുടിക്കരുതെന്ന് പറയാൻ മാത്രം വലിയ ആളല്ല ഞാൻ. പാപ്പി, മേക്കപ്പ് റൂമിൽ ഫ്ലാസ്ക് വെച്ചിട്ടുണ്ട്, എടുത്തുകൊണ്ടുവാ എന്ന് സാവിത്രി അക്ക എന്നോട് പറയും. അതിലെന്താണെന്ന് എനിക്കറിയാമായിരുന്നു. ഞങ്ങൾ കലാകാരന്മാരെ സംബന്ധിച്ച് മേക്കപ്പ്, സെറ്റ് തുടങ്ങിയവയെല്ലാം ദൈവത്തെ പോലെയാണ്. കുളിക്കാതെ ആരും മേക്കപ്പ് ചെയ്യില്ല. രാത്രി മദ്യപിച്ചാലും ഷൂട്ടിങ്ങിനിടെ ആരും മദ്യപിക്കില്ല. തൊഴിലിനോട് ഭയഭക്തി ഉണ്ടാകും. എന്നാൽ അക്ക സൈഡിലിരുന്ന് മദ്യപിക്കുമായിരുന്നു. ഒരു തവണ ഞങ്ങൾ സ്റ്റാർ നൈറ്റിന് പോയപ്പോൾ അക്കയ്ക്ക് മദ്യപിച്ചിട്ട് ട്രെയിനിൽ നിന്നും ഇറങ്ങാൻ പറ്റാതെയായി. ഞാൻ, രാജസുലോചന തുടങ്ങിയവരെല്ലാം ഒപ്പമുണ്ടായിരുന്നു. അക്ക ജീവിതം വെറുത്തുപോയിരുന്നെന്നും കുട്ടിപത്മിനി ഓർത്തു. ഈഗോ പ്രശ്നങ്ങളാണ് ജമിനി ഗണേശൻ സാവിത്രി ബന്ധത്തെ ബാധിച്ചതെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കി. 1969 മദ്യപാനം ആരംഭിച്ച സാവിത്രി വർഷങ്ങളോളം മദ്യത്തിനടിമയായിരുന്നു. പ്രമേഹവും ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെയും ഫലമായി 45-ാമത്തെ വയസ്സിൽ 18 മാസം, അതായത് 1.5 വർഷം കോമ സ്റ്റേജിൽ കിടന്നു. തുടർന്ന് 1981 ഡിസംബർ 26 സാവിത്രി എന്ന മഹാനടി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. 2018 മെയ് 9 റിലീസ് ചെയ്ത തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി എന്ന ഭാഷകളിൽ നിർമ്മിച്ച മഹാനടി എന്ന ചലച്ചിത്രം സാവിത്രിയുടെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.